റിട്രോ, ഡയറക്റ്റഡ് ബൈ കാർത്തിക് സുബരാജ്. പുള്ളിയുടെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മഹാനാണ്. ഇപ്പൊ ഈ സിനിമ കാണുന്ന സമയത്തും ഒരു ഇന്റർവെൽ എത്തിയപ്പോ ഞാൻ വിചാരിച്ചു മഹാന്റെ അത്ര എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇന്റർവെലിന് ശേഷം സിനിമ എക്സലന്റ്. ഇപ്പം ഇതുവരെ എനിക്ക് പുള്ളിയുടെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടം മഹാനായിരുന്നു. പക്ഷെ റിട്രോന് ശേഷം നോക്കുകയാണെങ്കിൽ എനിക്ക് റിട്രോ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് അധികം എനിക്ക് കണക്ട് ആയില്ല. എന്നാൽ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സിനിമ തുടങ്ങുന്നത് ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നാണ്. അപ്പൊ മറ്റുള്ള അവതാരങ്ങളിൽ നിന്നും ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. യുദ്ധവും സ്നേഹവും രണ്ടും കൃഷ്ണൻ ഒരുപോലെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സിനിമ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്. ഈ സിനിമയിലും സൂര്യയുടെ ക്യാരക്ടർ അതേപോലത്തെ പല സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത്. വാറും ലവും ഒരുമിച്ച് നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് ഇതിൽ സൂര്യയുടെ ക്യാരക്ടർ. സ്നേഹവും യുദ്ധവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് സൂര്യയുടെ ക്യാരക്ടറും ഇതിൽ കടന്നു പോകുന്നത്. ഇപ്പൊ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം അത് കണക്ട് ആയില്ല. പക്ഷെ ഇന്റർവെലിന് ശേഷം ആ പറഞ്ഞത് കണക്ട് ആയി. ഇന്റർവെലിന് ശേഷം കാണുമ്പോൾ മഹാഭാരതത്തിലെ കൃഷ്ണന്റെ പല കഥകളും നമുക്ക് ഓർമ്മ വരും. ഇന്റർവെലിന് ശേഷമുള്ള പല സീൻസും കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ മധുരയിൽ വന്ന് കംസനെ കൊല്ലുന്നതും ജനങ്ങളെ രക്ഷിക്കുന്നതും ആ ഒരുപാട് മഹാഭാരതത്തിലെ ആ ഭാഗങ്ങൾ ഓർമ്മ വരും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യയുടെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട്. ഈ സിനിമ എന്നെ സംബന്ധിച്ച് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തന്നത്. മലയാളത്തിൽ നിന്നും ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. ജോജു ജോർജ്, സ്വാസിക, ജയറാം, സുജിത് ശങ്കർ. ജോജു ജോർജിന്റെയും ജയറാമിന്റെയും ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ്. ടോട്ടലി ഇറ്റ് ഈസ് എ ഗുഡ് ഫിലിം. എൻ്റെ ഒരു റേറ്റിംഗ് 9 out of 10 ആണ്.